ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സംഗ്രഹം, തൃതീയ സ്കന്ധം, 9-ാം അധ്യായം. ബ്രഹ്മാവ്: ഹേ കരുണാലയ, അവിടുത്തെ കരുണയാൽ ഇപ്പോൾ ഞാൻ കൃതാർത്ഥനായി. എന്തെന്നാൽ ഇപ്പോൾ അവിടുത്തെ തത്വം ഹൃദയത്തിൽ പ്രകാശിച്ചു. അവിടുത്തെ കൃപ കൂടാതെ ഒരിക്കലും ഈ ചിദാനന്ദ സ്വരൂപം പ്രകാശിക്കുകയില്ല. ആര് അവിടുത്തെ ശ്രീപാദപത്മത്തെ പ്രേമപൂർവം ആരാധിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അവിടുന്ന് അന്തർഹിതനായി തീരുകയുമില്ല. ശ്രീ പാദാംബുജങ്ങളെ ശരണം പ്രാപിക്കുവാൻ കഴിയാത്തവർ ഹതഭാഗ്യന്മാരാകുന്നു. അവിടുത്തെ അവതാരലീലകളെയും തിരുനാമങ്ങളെയും കീർത്തനം ചെയ്തുകൊണ്ട് ദേഹത്യാഗം ചെയ്യുന്നവർ സർവപാപവിമുക്തന്മാരായി നിത്യാനന്ദം അനുഭവിക്കുന്നു. ജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാതെ വ്യർത്ഥജീവിതം നയിക്കുന്നവരുടെ ആശകൾ കാലസ്വരൂപനായ നിന്തിരുവടിയാൽ ഛേദിക്കപ്പെടുന്നു. സർവസുഹൃത്തായ അവിടുന്ന് ആരാധനാരൂപമായി സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ ദാസൻ്റെ നേരെ കൃപ ചെയ്താലും ഈ ദാസൻ ബദ്ധനായി തീരാതിരിക്കട്ടെ. കരുണാർണവനായ ഭഗവാൻ ഏറ്റവും പ്രസന്നനായി അരുളി ചെയ്തു: ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആഗ്രഹം സഫലമായി തീരും. സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിച്ചാലും അങ്ങ് ബദ്ധനായി തീരുകയില്ല. എന്തെന്നാൽ എന്നെ ആശ്രയിച്ച ഭക്തൻ ഒരിക്കലും ബദ്ധനായി തീരുകയില്ല. എന്നിൽ ആത്മസമർപ്പണം ചെയ്യുവാനുള്ള മഹാഭാഗ്യം സിദ്ധിക്കുകയാണ് സർവപുണ്യകർമ്മങ്ങളുടെയും ബലം. ഇത്രയും അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. 10-ാം അധ്യായം. ബ്രഹ്മാവ് ഭഗവത് ആജ്ഞയെ ശിരസാ വഹിച്ച് തപസ്സു ചെയ്തു. യോഗശക്തി കൊണ്ട് ജലത്തോടുകൂടി പ്രളയവായുവിനെ പാനം ചെയ്തു. തൻ്റെ അധിഷ്ഠാനമായ പത്മത്തെ കൊണ്ടുതന്നെ 3 ലോകങ്ങളെയും കൽപ്പിച്ചു. അനന്തരം ഭഗവത് രൂപാന്തരമായ കാലശക്തി കൊണ്ട് 10 വിധത്തിലുള്ള സൃഷ്ടി ചെയ്തു. മഹത്തത്വം, അഹങ്കാരം, സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതാവർഗവും അന്ധക്കരണവും, വിക്ഷേപാവരണ സ്വരൂപമായ അവിദ്യ, സ്ഥാവരങ്ങൾ, തിര്യക്കുകൾ, മനുഷ്യൻ, ദേവാദികൾ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ 10 തരത്തിലുള്ള സൃഷ്ടികൾ ചെയ്യപ്പെട്ടു. 11-ാം അധ്യായം. പരമാണു മുതൽ ദ്വിപരാർദ്ധപര്യന്തമായ കാലം ഭഗവാന്റെ രൂപാന്തരമാണ്. ആ അടിമയല്ലാതെ ആരും തന്നെ ഇല്ല. മനുഷ്യൻ്റെ 1 മാസം, പിതൃക്കൾക്ക് 1 ദിവസം, 1 കൊല്ലം ദേവന്മാർക്ക് 1 ദിവസം. ഇത്രമാത്രമേ ഭേദമുള്ളൂ. ചതുർയുഗസഹസ്രം കഴിയുമ്പോൾ ബ്രഹ്മാവിന് 1 പകൽ കഴിയുന്നു. പിന്നീട് 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ഇതുപ്രകാരമുള്ള 100 സംവത്സരം കഴിയുമ്പോൾ ബ്രഹ്മാവിനും നാശമുണ്ട്. അഖണ്ഡ സച്ചിദാനന്ദ വസ്തുവായ ഭഗവാൻ മാത്രമേ കാലാതീതനായി വർത്തിക്കുന്നുള്ളൂ. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ അവിടുത്തെ അന്തർഭാഗത്ത് പരമാണുപ്രായമായി കാണപ്പെടുന്നു.